ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ദിവസമാണ്. ഇപ്പം സമയം 7:45 നമുക്ക് 10:30 ഫ്ലൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് കഴിച്ചില്ല. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് പോകുന്നതാണ്. കാരണം ഒന്നാമത്തെ കാര്യം എയർപോർട്ടിനകത്ത് അറിയാമല്ലോ, ഭയങ്കര എക്സ്പെൻസ് ആണ്. അതിൽ അത്യാവശ്യം വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും മിക്കവാറും പോവുക. കാരണം നമ്മൾ 10:30 കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇറങ്ങുന്നത് 1:50 അപ്പോൾ അതുവരെ പിന്നെ ഫുഡ് കഴിക്കാതിരിക്കേണ്ടി വരും. പിന്നെ ഈ ഫ്ലൈറ്റിൽ നിന്ന് മീൽസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകാം. അതിന് മുന്നേ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എയർപോർട്ടിലോട്ട് പോകാം. അപ്പോൾ ഓക്കെ, അങ്ങനെ നമ്മൾ അവിടുത്തെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞാൻ ലിഫ്റ്റിൽ പെട്ടിയും കിടക്കിയായിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു അടിപൊളി നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറി കുറച്ച് അല്പം വെജിറ്റേറിയൻ കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ നോൺ വെജ് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം രാവിലെ വെജ് കഴിക്കുന്നതിനോടാണ്. ഓക്കെ, നോൺ വെജ് ഫാൻ ആണെങ്കിൽ പോലും എനിക്ക് രാവിലെയൊക്കെ വെജ് കഴിക്കാനാണ് കുറച്ച് ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു കോഫിയും പറഞ്ഞു. എനിക്ക് ടീനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം കോഫി ആയതുകൊണ്ട് ഞാൻ കോഫിയും ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് പോകുന്നത്, കെമ്പഗൌഡ എയർപോർട്ടിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ചധികം ദൂരമുണ്ട്. ഒരു 1.25 മണിക്കൂറോളം 1 hour അടുപ്പിച്ച് ട്രാവൽ വരുന്നുണ്ട് രാവിലെ. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ട്രാവൽ വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ എൻട്രൻസ് ആണ് ഗൈസ്. ഈ നമ്മളെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ നിന്ന് ഒത്തിരി കുറച്ചധികം ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വേണം എയർപോർട്ടിൻ്റെ അടുത്തെത്താനായിട്ട്. എൻട്രൻസ് ഇച്ചിരി ദൂരം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കെമ്പഗൌഡ എയർപോർട്ട്. ബാംഗ്ലൂർ എയർപോർട്ട് ഭയങ്കര അടിപൊളി എയർപോർട്ടാണ് ഗൈസ്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് ഡൊമസ്റ്റിക് ഒന്നുമല്ല. അവിടുത്തെ ഡൊമസ്റ്റിക് ഒക്കെ നിങ്ങൾ കാണണം ഗൈസ്, അത്രയും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാഗ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് വന്നിട്ട് വിസ്താരയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വട്ടമെങ്കിലും വിസ്താരയിൽ കയറണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിസ്താരയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വിസ്താര സെക്ഷനിൽ പോയിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളും എല്ലാം കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിനിലോട്ടാണ്. ആ ഭാഗത്താണ് സെക്യൂരിറ്റി ചെക്കിൻ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളും അതുപോലെ ഗ്ലാസ് ഐറ്റംസും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഒരു ട്രേക്കകത്ത് വെച്ച് നമ്മൾ അത് ചെക്കിൻ ചെയ്ത് നമ്മുടെ ബോഡി പാർട്സ് കാര്യങ്ങളെല്ലാം പുറമേ കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം അവരെ കടത്തി വിടും. ഓക്കെ, ഇത് വന്നിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് വരുമ്പോഴുള്ള ഭാഗമാണ് ഗൈസ്. എന്തടിപൊളിയാണ് എന്ന് വെച്ചാൽ എന്തടിപൊളിയാണ് അല്ലേ. ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. നിങ്ങൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. നന്നായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതിനുശേഷം പിന്നെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ സെക്ഷനാണ് ഗൈസ്. ഇതിൽ ലോറ മേച്ചർ ഉണ്ടായിരുന്നു, ലാൻകം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ഫ്ലൈറ്റ് ലേറ്റാണ്. 10:40 ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 11:25 ഫ്ലൈറ്റ് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പം എന്തായാലും ഒരു 2:30 എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുവരെ ഇവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. ബാക്കി ചെക്കിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, കയറി. ഇനി ഇവിടെ വെയിറ്റിംഗ് തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എണീറ്റിട്ട് നമ്മുടെ ഗേറ്റിനടുത്തോട്ട് പോവുകയാണ്. ഇത് വന്നിട്ട് ലോഞ്ചാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കാർഡ് കാര്യങ്ങൾ വെച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള സെക്ഷനാണ്. 2 രൂപ എങ്ങാണ്ടോ ആണ് ലോഞ്ചിൽ പോകുമ്പോൾ ഉള്ളത്. അത് എല്ലാ കാർഡും അക്സെപ്റ്റ് ചെയ്യത്തില്ല, ചില കാർഡ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലോഞ്ചിലോട്ട് പോകാനുള്ള വേണം. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോഴത്തേക്കും കാണുന്നത് ഇതുപോലെ നമുക്ക് ലിക്കർ സെക്ഷനൊക്കെ അല്ലേ, അങ്ങനത്തെ കുറേ സെക്ഷൻസ്, 1-2 സെക്ഷൻസ് അതിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബ്യൂട്ടി ഐറ്റംസ്, അങ്ങനെ കുറേ ഷോപ്സ് കാര്യങ്ങളുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാനുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ. എന്നിട്ട് നമ്മളെ ഗേറ്റിലോട്ടാണ് വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് D9 ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, D9 എങ്ങാണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫ്ലൈറ്റ് വന്ന് കിടക്കുന്ന സ്ഥലവും എടുക്കുന്ന സ്ഥലമൊക്കെയാണ്. അതുവഴിയാണ് നമ്മൾ പാസഞ്ചേഴ്സ് കയറുന്നത്. ഓക്കെ, ഇതാ കണ്ടില്ലേ ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്ത് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ലാൻഡ് ചെയ്യുന്നതാണോ അതോ ഫ്ലൈറ്റ് എടുക്കുന്നതാണോ എന്നറിയില്ല. പിന്നെ അവിടെ ആ
എന്താണ് D9 സെക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കോസ്റ്റ കോഫി. ഒരുപാട് ഗേറ്റ്സ് കാര്യങ്ങളുണ്ട്. പല ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ പറയുമ്പം ഞാൻ എല്ലാം പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് വരുന്നത് നമ്മളെ ബോർഡിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളെ ബോർഡിംഗ് വന്ന് നമ്മൾ D9 സെക്ഷനിൽ ആ ഗേറ്റിൽ കൂടെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കര എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഗൈസ്, ഈ വിസ്താരയിൽ പോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് തോന്നുന്നു. അപ്പുറത്ത് പോകുന്ന ചേച്ചി എൻ്റെ കൂടെ പറഞ്ഞില്ല, അപ്പുറത്ത് റോയിൽ കൂടെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിലോട്ട് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കയറി എൻജോയ് ചെയ്ത്. ഇതാണ് വിസ്താരയുടെ ഉൾഭാഗം വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറണമല്ലോ. പിന്നെ അവരവരുടെ ഫ്ലൈറ്റിനുള്ളിലുള്ള നമ്മുടെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ തരികയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫോർമേഷൻസ് തരികയാണ്. ഇതാണ് അതിനകത്തുള്ള ചാർജിങ് പോർട്ട് വരുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഇത് അതിൻ്റെ എയർ സിക്നെസ് ബാഗാണ്. എനിക്ക് തോന്നുന്നു വൊമിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് മോഡാക്കി ഇടേണ്ടി വരുമല്ലോ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അവരുടെ വൈഫൈ യൂസ് ചെയ്തിട്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഏറ്റെടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആകാശത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വേറെ ഒന്നുമില്ല, അത് മാത്രമേ ആകാശത്ത് നിന്ന് കാണാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര വരെയും അത് തന്നെയാണ്. പിന്നെ അവരുടെ മീൽസ് തന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ മീൽസ് ആയിരുന്നു കേട്ടോ. അതാണ് വിസ്താരയിൽ എനിക്ക് കയറണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം. അതിനകത്ത് ഫ്രീ മീൽസാണ് വരുന്നത്. ചിലപ്പം അത് പൈസ അവരെടുക്കുമായിരിക്കാം. ഇതുപോലെ എഗ്ഗ് ഉണ്ടായിരുന്നു, ഗ്രിൽഡ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൻ പയർ ഉണ്ടല്ലോ, അത് നമ്മുടെ സോസൊക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു. ഓക്കെ, ഫുഡും കാര്യങ്ങളൊന്നും. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കഴിച്ച് രസിച്ചിരിക്കുകയാണ്. ആകാശത്തിരുന്ന് ഫുഡ് കഴിക്കാൻ എന്ത് സുഖമാണ് ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. ഈ വൻപയറിൻ്റെ ഈ ഒരു കറി ഉണ്ടല്ലോ, അത് വന്നിട്ട് കുറച്ച് മധുരമായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ബണ്ണ് തന്നിട്ടുണ്ട്. ആ ബന്നും ബട്ടറുമാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബട്ടർ വെച്ചിട്ട് നമ്മൾ ബണ്ണ് കഴിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഒന്നിന് നമുക്ക് ബ്ലാക്ക് ടീ തരും, അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, അവരൊരു കവർ ഷുഗറെ തന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ തരുമായിരുന്നിരിക്കാം. പക്ഷേ ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ, അതുകൊണ്ട് നല്ല കയ്പായിരുന്നു, എനിക്ക് അത്ര അങ്ങനെ ഇഷ്ടമായില്ല. ഓക്കെ, പിന്നെ അതിനകത്ത് കാണിച്ചത് മൊത്തം എത്ര ഉയരത്തിലാണ് പോകുന്നത്, എത്ര മിനിറ്റിനുള്ളിൽ എത്തും എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് ഇത് വന്നിട്ട് ഗുവാഹട്ടി എയർപോർട്ടിൻ്റെ റൺവേ ആണ് കേട്ടോ. ആ സ്പോട്ടാണ് നമ്മൾ വന്ന് ഇറങ്ങിയ സ്പോട്ടാണ്. നമുക്ക് ഈ ബസ്സിൽ കയറിയിട്ട് വേണം ഗുവാഹട്ടി എയർപോർട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എല്ലാം. നമ്മൾ ലാൻഡ് ചെയ്തതിന് ശേഷം അവർ ബസ്സിൽ കയറ്റി ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം നമുക്ക് എടുക്കണം. അതിന് ആ ബാഗേജ് റിക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ്. ബാംഗ്ലൂരിൻ്റെ അത്ര വലിയ എയർപോർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, ചെറിയൊരു എയർപോർട്ടാണ്. ദേ നമ്മുടെ ബാഗ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ബാഗ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പട്ടിഷോയെ കാണിച്ച് പെട്ടിയൊക്കെ കൊണ്ട് നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇത് മനഃപൂർവ്വം എടുത്ത വീഡിയോ ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അറൈവൽ സെക്ഷൻ വന്നിട്ട്. എവിടെയാണ് ആൾക്കാർ വന്ന് ഇറങ്ങുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം, അറൈവൽ സെക്ഷൻ വരുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഗുവാഹട്ടി മീൻസ് ISBT എന്നും പറഞ്ഞൊരു സ്ഥലത്തോട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ ഇന്ന് ഗുവാഹട്ടിയിൽ സ്റ്റേ ചെയ്തിട്ടാണ് നാളെ ജോർഹട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ബസ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ എനിക്ക് ബസ് കുറച്ചുകൂടെ ബഡ്ജറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അവിടെ ബസ് ഉണ്ടായിരുന്നുകൊണ്ട് ബസ്സിൽ കയറി. ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഇറങ്ങുന്ന ആ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗുവാഹട്ടിയിൽ ആ എയർപോർട്ടിൽ നമ്മൾ നേരെ ISBT എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ISBTയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊരു സ്റ്റോപ്പുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് തിരിഞ്ഞു വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. എനിക്ക് ആ സ്റ്റോപ്പിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ഊബർ എടുത്തിട്ടാണ് നമ്മൾ ISBT എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. ISBT എന്ന് പറഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ. അതർ സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന ബസ്സുകളെല്ലാം വരുന്നത് അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഊബർ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് കാണുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും നോർത്ത് ഇന്ത്യയിലുള്ള എനിക്ക് തോന്നുന്നു, ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് നോർത്ത് ഇന്ത്യ ആസാമിലാണ്. ഈ ആസാമിനകത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു 80% ഊബറുകാരും ഭയങ്കര ഉടായ്പാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ബുക്ക് ചെയ്ത് ഏകദേശം നമ്മൾ അടുത്തെത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ചു പോവും, വീണ്ടും നിന്ന് കറങ്ങും. അവർക്ക് അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ഡിഡക്റ്റ് ആവും. മനസ്സിലാവും, നമ്മളായിട്ട് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ അടുത്തോട്ട് വരില്ല. 2-3 ഊബർ നമ്മൾ ബുക്ക് ചെയ്തതിലെല്ലാം നമ്മുടെ 79 രൂപ 80 രൂപ വെച്ചിട്ട് നമ്മുടെ നിന്ന് ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഊബർ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കുറച്ച് ആൾക്കാർ മാത്രമേ ഊബറിൽ നല്ലതായിട്ട്, ബാക്കി 80-85% ആൾക്കാരും ഭയങ്കര ഫേക്കാണ് കേട്ടോ.
പിന്നെ നമ്മൾ അവിടുത്തെ ലോക്കൽ റിക്ഷ പിടിച്ചാണ് വന്നത്. അതിങ്ങനെ എഴഞ്ഞ് ഒരു സമയമായി എത്തിയപ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആണ് അവിടുത്തെ ലോക്കൽ റിക്ഷ വന്നിട്ട്. ഓക്കെ, അതിൽ പിടിച്ചാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് 3000 റുപ്പീസാണ് ഗൈസ്. പക്ഷെ നമുക്ക് അഗോഡയിൽ 1100 രൂപയ്ക്കാണ് നമുക്ക് ഈ റൂം കിട്ടിയത്. നല്ല ഫെസിലിറ്റീസ് ഉള്ള എല്ലാ രീതിക്കും നല്ല സൗകര്യമുള്ള നല്ലൊരു റൂമാണ്. ഇതുപോലെ ഹെയർ ഡ്രയർ, ബാത്റൂം ആയാലും നല്ല വൃത്തിയുള്ള ബാത്റൂം ആയിരുന്നു. റൂമും നല്ല കാമായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ പേര് മറന്ന പേര് ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അതിനുശേഷം അവിടെ നിന്ന് തന്നെയാണ് ഒരു ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കഴിച്ചത് ഫ്രൈഡ് റൈസും പിന്നെ എനിക്കോട് ദാൽ കറിയും പിന്നെ ജീര റൈസും സാലഡും ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബാഡായിട്ടൊന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണമുണ്ട്, അതുപോലെ നല്ല ചൂടും ഉണ്ടായിരുന്നു രാവിലെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, ഫുഡൊക്കെ കഴിച്ച്. എനിക്ക് ഇടയ്ക്ക് ഞാനൊരു നാപ്പ് എടുത്തായിരുന്നു. ഓക്കെ, എന്നാലും ബാക്കി ഉറക്കം ഇനിയും ഉണ്ട്. അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല, സേഫായിട്ട് ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ നാളേക്കുള്ള കാര്യം, നാളെ ഇനിയിപ്പോൾ ഇവിടെ ഗുവാഹട്ടിയിൽ നിന്ന് ജോർഹട്ടിലോട്ട് പോകണം. എനിക്ക് തോന്നുന്നു 6 to ഓരോരുത്തരും ഓരോ ടൈമാണ് പറഞ്ഞത്. ചിലർ പറയുന്നു 6 hours എന്ന്, ചിലർ പറയുന്നു 7 hours എന്ന്, ചിലർ പറയുന്നു 8 hours എന്ന്. അതെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ രാവിലെ തൊട്ട് ബസ്സുകളുണ്ട്, 7:15, 7:30, 8:45. അപ്പോൾ അതിനൊക്കെ ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ബസ് ബുക്ക് ചെയ്തിട്ട് ഗുവാഹട്ടിയിൽ നിന്ന് ജോർഹട്ടിലോട്ടാണ് നമുക്ക് പോവേണ്ടത്. ഓക്കെ, കാരണം അവിടെയാണ് നമുക്ക് അവൻ്റെ കല്യാണം വരുന്നത്. ഓക്കെ, അപ്പോൾ നാളെയുള്ളത് നാളെ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.